ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എക്സാമിന് ചോദിച്ച ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോളോയിങ് ഈസ് ദ സെയിൽസ് ഇൻഫോർമേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ബ്രൈറ്റ് ലിമിറ്റഡ്. ആനുവൽ സെയിൽസ് ഈസ് 90% ഓൺ ക്രെഡിറ്റ്, 7,50 lakh. ഓക്കെ, സോ ഇത് നോർമൽ സംഭവം തന്നെയാണ്. 90% ക്രെഡിറ്റ് സെയിലാണ് ഏറെ കോടിയുടെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അതേ സംഭവം തന്നെ. സോ ദ ക്രെഡിറ്റ് സെയിൽ വിൽ ബി 6,75 lakh. ഓക്കെ, സോ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ ഫിഗേഴ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ എടുത്തത്. സോ ദാറ്റ് നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവുമെന്ന് വെച്ചിട്ടാണ്. ക്രെഡിറ്റ് പീരീഡ് 45 days. അതായത് നമ്മൾ ഡെറ്റേഴ്സിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 45 ദിവസം കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ആവറേജ് കളക്ഷൻ പീരീഡ് 70 days. ഓക്കെ അല്ലേ? സോ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റുന്നത് 70 ദിവസം ഉണ്ടാവും. സോ കുറേ പേര് വേഗം തരും, കുറേ പേര് ലേറ്റ് ആവും. സോ അങ്ങനെ. സോ ഇവിടെ ക്രെഡിറ്റ് പീരീഡിന് ഒരു റിലവൻസ് ഇല്ല ആക്ച്വലി. ഓക്കെ, സോ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ്, അവരെപ്പോഴാണ് നമുക്ക് പൈസ തരിക ആ കാൽക്കുലേഷൻ്റെ ബേസിസിൽ വേണം എടുക്കാൻ. ക്ലിയർ? ഇപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് തന്നിട്ടില്ല എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ വിൽ ടേക്ക് 45 days. അതർവൈസ് ആവറേജ് കളക്ഷൻ പീരീഡ് എടുക്കണം. ക്ലിയർ? ബാഡ് ഡെപ്റ്റ് 0.75%. സോ ദിസ് ഇസ് സെയിം, നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ 0.75% അല്ലേ പറഞ്ഞേ. സോ സെയിൽസിൻ്റെ മുകളിൽ എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ കിട്ടുക 506250 എന്നുള്ള ഒരു ആൻസർ ആയിരിക്കും കിട്ടുക. സോ നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 6,75 lakh ഇൻറ്റു 0.75%. ക്ലിയർ? ഓക്കെ. പിന്നെ ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവോയ്ഡബിൾ ആയത് 2/5 ആണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അവോയ്ഡബിൾ പോർഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സോ ടോട്ടൽ 18,60,000 ആണ്. സോ 18,60,000 ഓക്കെ 2/5 എടുക്കുക. സോ ദാറ്റ് ഈസ് 7,44,000. ക്ലിയർ? നെക്സ്റ്റ്, ദ ഫാക്ടർ ഹാസ് ഓഫേർഡ് ടു എത്രയാണ് നോൺ റീകോഴ്സ് ബേസിസ് ആ പറഞ്ഞത്, റീകോഴ്സ് അല്ല നോൺ റീകോഴ്സ് ബേസിസ് ആ പറഞ്ഞത്. സർവീസ് ചാർജസ് 2%. ഓക്കെ, സോ 2% സർവീസ് ചാർജ്. ദാറ്റ് ഈസ് എമൗണ്ട് നമ്മൾ 6,75,00,000 2% എന്ന് പറയുമ്പോൾ 13.5 lakhs ആണ് വരിക. ഓക്കെ, പിന്നെ ഫാക്ടർ അഡ്വാൻസ് തരും. ഓക്കെ, 14% ഇൻട്രസ്റ്റ്, 20% റിസർവ് ആക്കി വെച്ചതിന് ശേഷം 14% ഇൻട്രസ്റ്റ് റേറ്റിൽ അഡ്വാൻസ് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പേയ്മെന്റ് പീരീഡ് ഗ്യാരണ്ടീഡ് ബൈ ദ ഫാക്ടർ ഈസ് 45 days. സോ ക്വസ്റ്റ്യനിൽ ഇവർ പറയുന്നുണ്ട് ആ പേയ്മെന്റ് പീരീഡ് ഗ്യാരണ്ടീഡ് ബൈ ദ ഫാക്ടർ. ഫാക്ടർ പറയുന്നു 45 ദിവസം കൊണ്ട് പേയ്മെന്റ് റെഡിയാക്കി തരാം. സോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 70 days തന്നെ എടുക്കും. ഓക്കെ, സോ ഫാക്ടർ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി 45 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. The cost of capital is 12.5% and extra one more point. One time redundancy payment of 50,000 is required to be made to factor. മക്കളെ, സംഭവം ഉദ്ദേശിക്കുന്നത് നമ്മൾ വൺ ടൈം ആയിട്ട് ഒരു 50,000 രൂപയും കൂടി ആർക്ക് കൊടുക്കണം? യെസ്, ഫാക്ടറിന് കൊടുക്കണം. സോ ഇത് നിങ്ങൾക്ക് റെലവെൻ്റ് ആയിട്ട് കേസ് എടുക്കാം ഓർ ഇറലവെൻ്റ് ആയിട്ട് എടുക്കാം. സോ രണ്ട് അസംഷൻ ഓൾസോ പോസിബിൾ ആണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് റെലവെൻറ്റ് ഓർ ഇറലവെൻറ്റ്, യുവർ ചോയ്സ്. ക്ലിയർ ആണോ? യെസ്. സോ ഞാൻ ആദ്യം വേണമെങ്കിൽ നമുക്കിതൊരു ഇറലവെൻ്റ് ആണ് എന്ന് അസംഷൻ കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഓർ യു ടേക്ക് ഇറ്റ് ആസ് റെലവെൻറ്റ് ഓൾസോ, നോ പ്രോബ്ലം അറ്റ് ഓൾ. സോ എക്സാമിന് എങ്ങനെ ചെയ്താലും അലൗഡ് ആണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു പോവാം. സോ ശ്രദ്ധിച്ച മക്കളെ, ഫസ്റ്റ് വൺ ബാഡ് ഡെപ്റ്റ് സേവ്ഡ് അല്ലേ. സോ എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെ വരിക. സോ ബാഡ് ഡെപ്റ്റ് സേവ്ഡ് എത്രയാണെന്ന്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സേവ്ഡ് എത്രയാണെന്ന്, പിന്നെ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് സേവ്ഡ് ഉണ്ടാവും. ഓക്കെ, അത് നോക്കണം. ആൻഡ് നെക്സ്റ്റ് ഇവിടെ വരുന്നത് കമ്മീഷൻ, ഫാക്ടറിൻ്റെ കമ്മീഷൻ എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ആൻഡ് ലാസ്റ്റ്ലി അഡ്വാൻസിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്. സോ അഡ്വാൻസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്. സോ വൺ ബൈ വൺ. ബാഡ് ഡെപ്റ്റ് യു ഓൾറെഡി നോ, 506,250. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് നമുക്ക് 7,44,000 അത് കിട്ടിയിട്ടുണ്ട്, അവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇൻട്രസ്റ്റ് സേവ്ഡ് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ കമ്മീഷൻ ഇസ് ഗിവൺ. കമ്മീഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം 13,50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങളിവിടെ റിഡൻഡൻസി പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, അത് ഇറലവൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മീൻസ് യു ടേക്ക് 0, അതർവൈസ് 50,000 ഇവിടെ കാണിക്കാം, കുഴപ്പമില്ല. ഓക്കെ, സോ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ
അഡ്വാൻസ് എത്രയാണെന്ന് അറിയണം, അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റ് സേവിങ്സ് എത്രയാണെന്ന് അറിയണം അല്ലേ. സോ ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഫാക്ടറിങ് എത്രയാണെന്നാണ് ചോദിച്ചത്, ഇഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറിങ് എത്രയാണെന്ന് ചോദിച്ചത്. സോ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് എന്താ ചെയ്താൽ മതി, ആ ഡിഫറൻസിൻ്റെ മാത്രം എടുത്താൽ മതി. അതായത് ശ്രദ്ധിച്ച മക്കളെ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഡെറ്റേഴ്സ് എത്രയുണ്ട് നോക്കാം. സോ ദ ഡെറ്റേഴ്സ് ഈസ് സ്റ്റാർട്ടിങ്ങിൽ 6,75,00,000 അല്ലേ ക്രെഡിറ്റ് സെയിൽ വരുന്നത്. യെസ്. സോ അതിൻ്റെ മുകളിൽ 70 ഡേയ്സിലേക്കുള്ള പോർഷൻ എടുക്കുക 360. സോ വിൽ ഗെറ്റ് 6,75 ഇൻറ്റു 70/360. സോ 1,31,25,000 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ. ഇനി നേരെ മറിച്ച് ഈ ഫാക്ടറിനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ 6,75,00,000 ഇൻറ്റു 45/360 എന്ന രീതിയിൽ വരും. സോ 6,75,00,000 ഇൻറ്റു 45/360. സോ യു വിൽ ഗെറ്റ് 84,37,500 അല്ലേ. സോ ഇവിടെ ഡെറ്റേഴ്സ് എത്രയെന്ന് കിട്ടി. ഇനി നമുക്കിവിടെ ഡെറ്റേഴ്സിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റേഴ്സ്. ഓക്കെ, ഇവിടെ തരാത്തതുകൊണ്ട് സെയിം ആയിട്ട് എടുക്കും. ഓക്കെ അല്ലേ, സെയിം ആയിട്ട് തന്നെ എടുക്കാം. ക്ലിയർ? യെസ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞു 12.5% നമുക്ക് ഇപ്പോൾ ഉള്ള കോസ്റ്റ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കഴിയുമ്പോൾ ഇത്രയിലോട്ട് മാറുമെന്ന് പറയുമ്പോൾ യു ടേക്ക് ദ ഡിഫറൻസ് ആൻഡ് ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി, ഡിഫറൻസിൻ്റെ മുകളിൽ എടുത്താൽ പോരെ. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര, 1,31,25,000 മുകളിൽ മീൻസ് ഇഫ് യു ആർ ടേക്കിംഗ് ദ ഡിഫറൻസ് എടുത്തിട്ട് 131,25,000 മൈനസ് 84,37,000 ഇല്ലല്ലേ, 131,25,000 മൈനസ് 84,37,500. യെസ്, 46,87,500. സോ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് എടുക്കാം. ഓക്കെ, ഓർ എൽസ് യു ജസ്റ്റ് ടേക്ക് 6,75,00,000 എടുക്കുക. എത്ര ഡേയ്സാണ് കുറഞ്ഞത്, 25 ദിവസത്തെ റിഡക്ഷനാണ് വരുന്നത്. സോ ദിസ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ റിസീവബിൾസ്. ഇനി റിഡക്ഷൻ റിസീവബിൾസ് ഇത്രയാണ് വരുന്നത്. അതിൽ കോസ്റ്റ് എത്ര, ഇതിൻ്റെ കോസ്റ്റ് പോർഷൻ ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഒരു 70% 80% തന്നാൽ അത് എടുക്കണം. ഇവിടെ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ ഇതന്നെ എടുക്കാം. ഓക്കെ, സോ ഇതിന് മുകളിൽ ഇവർ എത്ര പെർസെൻറ്റേജ് പറഞ്ഞത്, 12.5% ആണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരിക. സോ ഇൻറ്റു 12.5%. സോ ആൻസർ ഈസ് 585,937.5. ക്ലിയർ ആണോ? 585,937.5 എന്ന് വരിക. ക്ലിയർ? യെസ്. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ 12.5 കണ്ടുപിടിക്കുക, ഇതിൻ്റെ മുകളിൽ 12.5 കണ്ടുപിടിച്ച് ഡിഫറൻസ് എടുത്താലും മതി. സോ മനസ്സിലായോ? മുമ്പ് ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റ് എത്രയാണ്, ഇതിൻ്റെ മുകളിലല്ലേ 12.5. ഇപ്പോൾ ആണെങ്കിലോ 84 lakh ഇതിൻ്റെ മുകളിലായിരിക്കും. സോ 58,59,37.5 ആയിരിക്കും. സോ ദ ആൻസർ. സോ ഇൻട്രസ്റ്റ് സേവ്ഡ് ഈസ് 585,937.5. ഓക്കെ, സോ പ്ലസ് 506,250 പ്ലസ് 744,000 പ്ലസ് 506,250 പ്ലസ് 585,937.5 ഉണ്ട്. സോ 1836,187.5 ഇതാണ് നമ്മുടെ ടോട്ടൽ സേവിങ്സ് വരുന്നത്. ഓക്കെ, സിമിലർലി നെറ്റ് കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. സോ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുക. സോ എന്താണ് നെറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഹെഡിങ് കൊടുക്കുക. അതേപോലെ ഇവിടെ നെറ്റ് കോസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ ഹെഡിങ് കൊടുത്താൽ മതി. സോ ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്. സോ അതിന് നമുക്ക് അഡ്വാൻസ് എത്രയാണെന്ന് അറിയണം അല്ലേ. നോക്ക്, പുതിയ ഡെറ്റേഴ്സ് ഇസ് 84,37,500. ക്ലിയർ ആണോ? യെസ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് 20% എന്ത് ചെയ്യുന്നുണ്ട്, 20% വിത്ത് ഹോൾഡ് ചെയ്യുന്നില്ലേ. നോക്കിയേ, 20% വിത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് റിസർവ് ആയിട്ട്, ബാക്കിയുള്ളത് മാത്രമേ തരുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ 84,37,500ൻ്റെ 20% എടുക്കുക. സോ 16,87,500 എടുക്കുക. ക്ലിയർ അല്ലേ? യെസ്. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ് വരിക? ബാക്കിയുള്ള എമൗണ്ട് വരുന്നത് 67,50,000. ക്ലിയർ ആണോ? 67,50,000. ക്ലിയർ അല്ലേ? യെസ്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇതാണ് നമുക്ക് പിന്നീട് തരാൻ പോകുന്നത്. 80% ഇപ്പോൾ തരുമെന്ന് പറഞ്ഞു. ഓക്കെ,
സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആണെങ്കിൽ ഈ 67,50,000 മുകളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 67,50,000 ആണല്ലോ ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ മുകളിൽ സോ ക്വസ്റ്റ്യനിൽ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14% അല്ലേ? സോ 67,50,000 മുകളിൽ 14% അഡ്വാൻസിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ എടുത്താൽ നിങ്ങൾക്ക് 9,45,000 എടുക്കാം. ഇത് ഏത് കേസിലാ? അസംഷൻ എന്താ അസംഷനാ? കമ്മീഷൻ നോട്ട് ഡിഡക്റ്റഡ് നൗ. സോ കമ്മീഷൻ ഇപ്പോൾ ഡിഡക്ട് ചെയ്തിട്ടില്ലെങ്കിൽ 9,45,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ക്ലിയർ? ഇയർലി ഇൻട്രസ്റ്റ്. പക്ഷെ കമ്മീഷൻ ഇപ്പോൾ ഡിഡക്ട് ചെയ്താൽ, ഇപ്പോൾ സപ്പോസ് വി ആർ ടേക്കിംഗ് കമ്മീഷൻ ഹിയർ. സോ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നോക്കുക മക്കളെ, ഇത്രയും സെയിലിൻ്റെ മുകളിലേക്കുള്ള ഇത്രയും ക്രെഡിറ്റ് സെയിലാണ് നമുക്ക് ആ ഒരു 45 ഡേയ്സിൽ വരിക അല്ലേ? സോ അതിൻ്റെ ഫുൾ എമൗണ്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് കമ്മീഷൻ വരിക അല്ലേ? യെസ്. സോ കമ്മീഷൻ 84,37,500 ഇതല്ലേടാ ഡെറ്റേഴ്സ് ആയിട്ടുണ്ടാവുക. ആ ഒരു 45 ദിവസത്തേക്കുള്ള സെയിലാണല്ലോ ഇത്. ആ 45 ദിവസത്തേക്കുള്ള സെയിലിൻ്റെ മുകളിലുള്ള കമ്മീഷൻ പെർസെൻറ്റേജ് എത്രയാണ്? 45 ഡേയ്സിലേക്കുള്ള എടുത്താൽ മതി മക്കളെ. ക്ലിയർ ആണോ? സോ യു ടേക്ക് 84,37,500 ഇൻറ്റു കമ്മീഷൻ 2%. സോ ആൻസർ ഈസ് 168. ഇതിൻ്റെ മുകളിൽ 2% അടിച്ചാൽ മതി. ഓക്കെ. സോ 168750 ഇതാ കിട്ടുക. സി മക്കളെ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ ഇവിടെ ടോട്ടൽ കമ്മീഷൻ എത്രയാ നോക്ക്? 13,50,000. ഇത് ഒരു വർഷത്തേക്കല്ലേ? ഇതിനെ നിങ്ങൾ 45 ദിവസത്തേക്ക് കണ്ടുപിടിച്ചേ. എന്താണ്? 13,50,000 45 ദിവസത്തേക്ക് എടുത്തേ. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. സോ നോക്ക്, നമുക്ക് ഇത്രയാണ് തരേണ്ടത്. അതിന് അവർ കമ്മീഷൻ ഡിഡക്ട് ചെയ്തു. സോ കമ്മീഷൻ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ യു വിൽ ഗെറ്റ് 67,50,000 മൈനസ് 168750. സോ യു വിൽ ഗെറ്റ് 65,81,250. ഇതാണ് എമൗണ്ട് അവൈലബിൾ ആസ് അഡ്വാൻസ്. ഓക്കെ, എമൗണ്ട് അവൈലബിൾ ആസ് അഡ്വാൻസ്. ക്ലിയർ ആണോ? സോ ഇത്രയും പൈസ നമുക്ക് തരാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ. സോ നൗ ശ്രദ്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ ഞാൻ ICAയുടെ വ്യൂവിലൂടെയാണ് ആൻസർ ചെയ്യുന്നത്. ICAയുടെ സജസ്റ്റഡ് ആൻസേഴ്സും RTPസും ഇതിലൊക്കെ പറയുന്ന പോലെ ചെയ്യുന്നത്. സോ ലോജിക്കലി ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ICA ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ 6,58,150 65,81,250 അല്ലേ? സോ അത്രയും രൂപ അഡ്വാൻസ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എത്രയാണ് ഇൻട്രസ്റ്റ് വരിക എന്ന് പറഞ്ഞേ? 65,81,250 ആണെങ്കിൽ സോ ഇതിൻ്റെ മുകളിൽ ഇഫ് യു ആർ ടേക്കിംഗ് 14% എത്രയാണ് വരിക? ഇൻറ്റു 14%. യെസ്, യു വിൽ ഗെറ്റ് 921,375. ഓക്കെ. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മീഷൻ ഇപ്പം തന്നെ കമ്മീഷൻ ഡിഡക്റ്റഡ് നൗ എന്നുള്ള രീതിയിൽ എടുക്കാം. ക്ലിയർ? സോ ശരിക്കും പറഞ്ഞാൽ കമ്മീഷൻ കുറച്ചിട്ട് എനിക്ക് കിട്ടേണ്ടത് ഇത്രയും എമൗണ്ട് അല്ലേ? യെസ്. അപ്പോൾ അതിന് മുകളിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് വരുന്ന ഇൻട്രസ്റ്റ് 921,375. ആ ഒരു പീരീഡിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്ന് പറയും? ആ ഒരു പീരീഡ് 921,375 ഇതൊരു വർഷത്തേക്കല്ലേ? ആ ഒരു പീരീഡിലേക്കുള്ള 45 ഡേയ്സിലേക്കുള്ള കമ്മീഷൻ എത്രയാണ്? യെസ്, യു വിൽ ഗെറ്റ് 11,5171.875 കിട്ടും. ഓക്കെ. സോ നമുക്ക് ഇത്രയും എമൗണ്ട് 81,250 ആണ് വരുന്നത്. ഓക്കെ. സോ ഇത് കഴിഞ്ഞിട്ട് നോക്കുക, ICAയുടെ രീതിയിലാണ് ഞാൻ ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് വേ ഓഫ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഫോളോ ചെയ്യുന്നില്ല. അതാണ് ആക്ച്വൽ ലോജിക്കൽ വൺ. ഞാനത് പറയുന്നില്ല ബിക്കോസ് ഇപ്പോൾ പറയുന്നില്ല. സോ ഇത് ക്ലിയർ ആക്കാം. ഓക്കെ. സോ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ICAയുടെ എല്ലാ രീതിയിലും ഇവർ ചെയ്തത് 658,1250 ഇതിൻ്റെ മുകളിലാണ് ഇവിടെ 14% എടുത്തത്. ഓക്കെ. സോ ആ ഒരു പീരീഡിലേക്ക് എടുത്തപ്പോൾ ഇത് കിട്ടി. റൈറ്റ്. സോ ഇത് നിങ്ങളൊന്ന് കുറച്ച് അല്ലേ? സോ 65,81,250 മൈനസ് 11,5171.875. സോ എനിക്ക് കിട്ടുന്നത് 66,007.125. ഇതാണ് അഡ്വാൻസ് പെയ്ഡ് ആയിട്ട് വരിക. ക്ലിയർ?
സോ അഡ്വാൻസ് പെയ്ഡ് വരുന്നത് 64,66,078.125 ആണ്. ക്ലിയർ? സെറ്റാണോ? വെരി ഗുഡ്. ഓക്കെ, സോ റെഡി അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? സോ നമുക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും എടുക്കാം മക്കളെ. സോ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഇതാണ്, അതായത് നമ്മളിപ്പോൾ ICAയുടെ അസംഷൻ അനുസരിച്ചിട്ട് നോർമലി ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എങ്ങനെയാണ്, കമ്മീഷനും ഇൻട്രസ്റ്റും പിന്നീട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ ICAയുടെ എല്ലാ ക്വസ്റ്റിനും അവർ സോൾവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്മീഷൻ ഇപ്പോൾ കുറക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഇപ്പോൾ കുറക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമൗണ്ട് അവൈലബിൾ ഓൺ അഡ്വാൻസ് എന്ന രീതിയിലാണ്. സോ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ 921,375 എടുക്കുക. 921,375. ഓക്കെ, സോ 921,375 plus 13,50,000. 921,375 plus 13,50,000. So you'll get 22,71,375. Okay, and the difference ഇതിന്റെ ടോട്ടലി വരുന്ന നെറ്റ് കോസ്റ്റ് എത്രയാ? നെറ്റ് കോസ്റ്റ് is -18,36,187.5. Yes, so the net cost is 4,35,187.5. ഇതാണ് നെറ്റ് കോസ്റ്റ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? യെസ്. സോ നെറ്റ് നമുക്ക് കിട്ടുന്നത് എമൗണ്ട് എത്ര ഇതല്ലേ കിട്ടുക. സോ എന്താണ് ഇഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഫാക്ടറി നിങ്ങൾ ചെയ്യേണ്ടത്? സോ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നെറ്റ് കോസ്റ്റ് 4,35,187.5 ഡിവൈഡഡ് ബൈ 6466,078.125. So 6466,078.125. So which is equal to 6.73% approximately. So 6.73% വരിക. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് ആഡ് ഓൺ പോയിന്റ്സ് ഒക്കെ പറയാം. ഇതൊരു ഓൾട്ടർനേറ്റീവ് ആൻസർ ആട്ടോ. സോ ഇതിന് പല രീതിയിൽ അസംഷൻ കൊടുത്തിട്ട് നമുക്ക് ആൻസേഴ്സ് മാറ്റാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ റിഡൻഡൻസി പേയ്മെന്റ് ഇല്ലേ, റിഡൻഡൻസി പേയ്മെന്റ് റെലവൻ്റ് ആണ് എന്നുള്ള അസംഷൻ എടുക്കുകയാണെന്ന് വെച്ചാൽ, റെലവൻറ്റ് മീൻസ് അതും ആ ഒരു പേയ്മെന്റ് കൊടുക്കുന്നതും റെലവൻ്റ് ആണ്. സോ അതും കോസ്റ്റിലോട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്മീഷൻ കൊടുക്കുന്ന പോലെ ഇതും കൂടി കൊടുക്കണ്ടേ. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോസ്റ്റ് 435,187 കൂടെ ആ ഒരു 50,000 കൂടി കൂടിയിട്ട് 485,187.5 ആവും. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ വിൽ ചേഞ്ച്. നിങ്ങൾ ആ ഒരു അസംഷനാണ് എടുക്കുന്നതെങ്കിൽ, ഇഫ് ദിസ് ഈസ് അസംഷൻ എന്താണ്, റിഡൻഡൻസി പേയ്മെന്റ് ഈസ് റിലവൻ്റ് ആണെങ്കിൽ ഓക്കെ, 485,187.5 divided by 64,66,078.125. So you will get around 7.5% വരും. ക്ലിയർ ആണോ? യെസ്. സോ നിങ്ങൾ അത് അസംഷൻ എടുക്കുന്ന പോലെ ഇരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇവിടെ എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കുക, ഈ കമ്മീഷൻ കുറച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, സോ നേരത്തെ ദിവസത്തിലും കമ്മീഷൻ കുറക്കാണ്ടിരുന്നു. സോ ഇവിടെ അസംഷൻ ICAയുടെ എല്ലാ ക്വസ്റ്റ്യനിലും നോട്ട് ഇറ്റ് ഡൗൺ, കമ്മീഷൻ ഡിഡക്ട് ഡൗൺ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ഓൺ എമൗണ്ട് അവൈലബിൾ ഫോർ അഡ്വാൻസ്, അതിന് കുറച്ചതിന് ശേഷമുള്ള ഫിഗർ ഇതാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ചില MCQ ക്വസ്റ്റ്യൻസിലൊക്കെ ഇവർ എന്താ പറയുക, ഈ 6,58,1250 ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് അടിക്കുമ്പോൾ കിട്ടണമെന്നില്ല, ഇതിൻ്റെ മുകളിൽ അടിക്കേണ്ടി വരും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിസ്ക്രിപ്റ്റീവ് വേ ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. സെറ്റാണോ? ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? ഓക്കെ.